റിപ്പബ്ലിക് ഡേ ബംഗാളി വേർഷൻ കണ്ടോളി, നോട്ട് ലൈക്ക് മലയാളീസ്. അസ്സലാമു അലൈക്കും, ഹുസൈൻ തങ്ങളാണ്. നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് നേരെ പോയത് നോർത്ത് പർഗാനാസിലേക്കായിരുന്നു. അവിടുത്തെ ഹാദിയന്റെ പ്രവർത്തനങ്ങൾ കാണാൻ പോയതാ. പണ്ട് ഒരു റാലി ഇങ്ങനെ വരുന്നേ, ഓട്ടോറിക്ഷയ്ക്ക് എന്താ ഡെക്കറേഷന്, കുട്ടികളൊക്കെ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ. റാലി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കൂടി ഓലപ്പോൾ അതേ ജോഷിൽ കൂടി കൊടുത്തു. ഒരു കുട്ടിയുണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഞാൻ ഓനോട് ചെന്ന് ഓനോടും പരിപാടിക്ക് വരാൻ പറഞ്ഞ് അടുത്ത കൊല്ലം മദ്രസ് ചേരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓലിതാ ഇന്ത്യൻ്റെ ഭൂപടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൂക്കളും കൊണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പരിപാടി തുടങ്ങി. ഞാൻ അവിടുത്തെ ഓരോ ഉസ്താദ്മാരൊക്കെ പോയി കണ്ടു. ഇയാളാണ് സദർ ഉസ്താദ്. എന്നിട്ട് അവിടുത്തെ പതാക പൊക്കാനുണ്ടായിരുന്നു. പതാക പൊക്കി പൂവ് ചാടൂല എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് പൂവൊക്കെ ചാടിയിട്ടോ. ഇവർക്കൊക്കെ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഇവർക്കുള്ള പുസ്തകങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നതൊക്കെ നമ്മൾ മലയാളികളാണ് ഹാദിയൻ്റെ കീഴിൽ. അതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ കുട്ടികളെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള. പിന്നെ അത് കഴിഞ്ഞു ഒലി നമ്മൾ ആദരിക്കാൻ തുടങ്ങി. ആദരിച്ച് ഒലി നമുക്ക് ഒരു പട്ടവും പിന്നെ ഒരു ബാഡ്ജൊക്കെ തന്നു. കേരളക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് എൻ്റെ സംസാരം ഉണ്ടായിരുന്നു, ചെറിയൊരു ടോക്ക് സെഷന്. ഞാൻ അവരുടെ ഭാഷയിൽ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ക്ലാസ് എടുത്തത് ഹിന്ദിയിലാണ്. പിന്നെ അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് ആക്ടിവിറ്റീസ്. അവർക്ക് ഇതൊക്കെ പുതുമയായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കുട്ടികൾക്ക് ഓരോ മിഠായിയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഫോട്ടോ എടുത്ത് അതിൻ്റെ ശേഷം അവിടുത്തെ ഒരു ആചാരമൊക്കെ നമുക്കൊരു നല്ല കൊൽക്കത്തൻ സ്റ്റൈൽ ബിരിയാണി ഉണ്ടായിരുന്നു. അതും കഴിച്ച് അവിടുന്ന് പോയി. പുതിയ അപ്ഡേറ്റ്സുമായി കാണാം. മഅസ്സലാമ.